US ഗവൺമെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഓഷ. അപ്പോൾ ഈ ഓഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ US ഗവൺമെൻറ്റിൻ്റെ ലേബർ റൂൾ അനുസരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആക്ട് പ്രകാരം US ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഏതൊരു സ്ഥാപനമാണെങ്കിലും അവർ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുറച്ച് നമ്പർ ഓഫ് തിങ്സ് ഉണ്ട്, അതാണ് ഈ ഓഷയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓഷയുടെ സർട്ടിഫിക്കേഷനൊക്കെ കമ്പനീസിന് നിർബന്ധമാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും ഈ ഓഷ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ള ഇത് നിർബന്ധമാണ്. അതിനുള്ള ട്രെയിനിങ്ങും എല്ലാം കമ്പനി കൊടുക്കണം, എംപ്ലോയർ കൊടുക്കണം. അപ്പോൾ കുറേ പേര് ഈ ഓഷ സർട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പുറത്തൊക്കെ ജോലി ചെയ്യുന്ന കുറേ പേര് ഓഷ സർട്ടിഫിക്കേഷൻ, അമേരിക്കൻ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഓഷ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. സോ ഈ ഓഷയിൽ പറയുന്നത് മെയിൻലി ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ ചെയ്യണം, ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിൽ ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു തൊഴിൽ ദാതാവ് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അവരുടെ കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അവർക്ക് ഹസാർഡ്സ് വരുമ്പോൾ അത് എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യണം, അതിന് റിപ്പോർട്ട് ചെയ്യേണ്ട കുറച്ച് ഫോർമാറ്റ്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഉൾപ്പെട്ടതാണ് ഓഷ എന്ന് പറയുന്നത്. അപ്പോൾ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആക്ട് ഓഫ് 1970, 1970 ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആക്ട് പ്രകാരം ഉണ്ടാക്കിയതാണ് ഓഷ. ഓക്കെ, സോ ഈ ഓഷയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിൻ്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഓഷയിൽ പറയുന്നത്. സോ ടു ഹെൽപ്പ് അഷ്യൂർ എ സേഫ് ആൻഡ് ഹെൽപ്ഫുൾ വർക്ക് പ്ലേസ്, ഓഷ ആൾസോ പ്രൊവൈഡ്സ് വർക്കേഴ്സ് വിത്ത് ദ റൈറ്റ് ടു. ഓഷ കുറച്ച് കാര്യങ്ങൾ, അവകാശങ്ങൾ വർക്കേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ആണ് ഓഷ എന്ന് പറയുന്ന സംഭവം. ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ ഗവൺമെൻറ് ആണ്, US ഗവൺമെൻറ്റിൻ്റെ ആണ്. അതിൽ പറയുന്നത് ഒരു കമ്പനി അവരുടെ എംപ്ലോയേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫെസിലിറ്റീസ് അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, റിസീവ് ഇൻഫർമേഷൻ ആൻഡ് ട്രെയിനിങ് അബൌട്ട് ഹസാർഡ്സ്, മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ഹാം ആൻഡ് ദ OSHA standards that apply to their workplace. The training must be in a language you can understand. That means നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഈ ഓഷ ട്രെയിനിങ് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ലാംഗ്വേജിൽ തന്നെ കൊടുക്കണം എന്നാണ് ഓഷ സ്റ്റാൻഡേർഡ് പ്രകാരം പറയുന്നത്. പിന്നെ അതിനകത്ത് ഒരു ഹസാർഡ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഹസാർഡ് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഒബ്സർവ് ടെസ്റ്റിംഗ് ദാറ്റ് ഈസ് ഡൺ ടു ഫൈൻഡ് ഹസാർഡ്സ് ഇൻ ദ വർക്ക് പ്ലേസ് ആൻഡ് ഗെറ്റ് ടെസ്റ്റ് റിസൾട്ട്സ്. ദാറ്റ് മീൻസ് ഇപ്പം ഞാൻ പറഞ്ഞു ഓഷ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഓസാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓസാസ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അസസ്മെൻറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് UK-ൻ്റെ ആണ്. ഓസാസ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഓസാസ് എന്നുള്ളത്. ഒക്യുപ്പേഷണൽ ഹെൽത്ത് സേഫ്റ്റി അസസ്മെൻറ്റ് സീരീസ് എന്നാണ് അതിന് പറയുക. അത് UK. ഈ ഓഷ എന്ന് പറയുന്നത് US. അത് രണ്ടുമുള്ള വ്യത്യാസം, രണ്ടിൻ്റെയും ഫങ്ഷനും ഉദ്ദേശവും ഒക്കെ ഒന്ന് തന്നെയാണ്, എംപ്ലോയീസിൻ്റെ സേഫ്റ്റി, ഹെൽത്ത് സേഫ്റ്റി. ദെൻ റിവ്യൂ റെക്കോർഡ്സ് ഓഫ് വർക്ക് റിലേറ്റഡ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ്. അപ്പോൾ ഈ ഓഷ മെയിൻലി നമ്മൾ സ്ട്രൈറ്റ് അവേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ തൊഴിൽപരമായിട്ട് വരുന്ന ഹസാർഡുകൾ എന്തൊക്കെയാണ്, ആ ഹസാർഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, പിന്നെ അവിടെ എന്തൊക്കെ പ്രീക്കോഷൻസ് എടുത്തിട്ടുണ്ട്, അവിടെയുള്ള എക്യുപ്മെൻറ്റ്, ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അവർക്ക് വേണ്ട ഹസാർഡ് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെ അവിടെ ഉണ്ട്, പിന്നെ അതിൻ്റെ മുന്നത്തെ വർഷങ്ങളിൽ എന്തൊക്കെ ഹസാർഡ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ത്രൂ ഔട്ട് ഒരു ഇയറിൽ അവിടെ വർക്ക് ചെയ്യുന്ന എത്ര പേർക്ക് എന്തൊക്കെ ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവരൊരു റിപ്പോർട്ടായിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു എംപ്ലോയി, ഇപ്പോൾ ഞാനൊരു സാധാ ലേബറാണ്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സാധാ ലേബറാണ്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ എനിക്കത് നേരിട്ടിട്ട് ഓഷയുടെ ഒരു ഫോം ഉണ്ട്, ആ ഫോമിൽ നേരിട്ട് ഓഷ 300 ഫോം 300ൽ നേരിട്ട് എനിക്കത് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരത് റെക്കോർഡ് ചെയ്ത് വെക്കും.
അതേപോലെ എല്ലാ എംപ്ലോയീസിൻ്റെയും എന്തെങ്കിലും ഹസാർഡ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹസാർഡ് എന്തായിരുന്നു, അതിന് കാരണം എന്തായിരുന്നു എന്നുള്ളതെല്ലാം ഫില്ല് ചെയ്തിട്ട് അവർ സബ്മിറ്റ് ചെയ്യും. ആ സബ്മിറ്റ് ചെയ്യണതെല്ലാം എന്ന് പറഞ്ഞ അസോസിയേഷൻ എന്ത് ചെയ്യും, അതൊക്കെ ഓഡിറ്റ് ചെയ്യും. ഫെബ്രുവരി ടു ഏപ്രിൽ ആ സമയത്ത് എന്ത് ചെയ്യും, ഒരു വർഷത്ത് നടന്ന എല്ലാ കാര്യങ്ങളുടെ എല്ലാ ഹസാർഡ്സിൻ്റെയും പിന്നെ ഹസാർഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ഓഡിറ്റ് നടക്കും. സോ ഏതൊരു ബിൽഡിംഗ് ആയാലും എന്ത് സ്ഥാപനമായാലും ഈ ഓഷ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഓസ സർട്ടിഫിക്കേഷൻ ഒക്കെ നിർബന്ധമാണ് അത് മുന്നോട്ട് പോകണമെങ്കിൽ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം എംപ്ലോയറിൻ്റെ തൊഴിൽ ദാതാവിൻ്റെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറയുന്നത് കറക്റ്റായിട്ട് എംപ്ലോയീസിന് എല്ലാ കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കുക, സേഫായിട്ട് വർക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കുക, അവരുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുക, പിന്നെ ട്രെയിനിങ് കൊടുക്കുക, പ്രോപ്പർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കുക. ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ എഡ്യൂക്കേഷനും ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. കറക്റ്റായിട്ട് അവർക്ക് ഈ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഈ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുക. പിന്നെ ഈ സേഫ്റ്റിക്ക് വേണ്ട സേഫ്റ്റി മെഷേഴ്സ് അതുപോലെ സേഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ പോസ്റ്റേഴ്സ്, കളർ കോഡ്സ് ഇതെല്ലാം ആ ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചറിങ് ആണെങ്കിൽ അവിടെ ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ അവിടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. സിഗ്നൽസ്, സിംബോളിക് റെപ്രസെൻറ്റേഷൻ എല്ലായിടത്തും ഉണ്ടായിരിക്കണം. എല്ലാത്തിനെ പറ്റിയിട്ടും കളർ കോഡ്സ് യൂസ് ചെയ്യാം, പോസ്റ്റേഴ്സ് യൂസ് ചെയ്യാം, ലേബൽസ് യൂസ് ചെയ്യാം, എന്തായിക്കോട്ടെ എംപ്ലോയീസിനെ ഈ പൊട്ടൻഷ്യൽ ഹസാർഡിനെ പറ്റിയിട്ട് ഇൻഫോം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു കെമിക്കലായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, കെമിക്കൽ അറ്റ്മോസ്ഫിയറിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ പ്രീക്കോഷൻസ് എടുക്കണം, ആ കെമിക്കൽസിൻ്റെ ഹസാർഡ്സ് എന്തൊക്കെയാണ്, ആ കെമിക്കൽ ശ്വസിക്കുന്നതുകൊണ്ട് എന്തൊക്കെ വരാം, അല്ലെങ്കിൽ അത് ശരീരത്തിൽ തട്ടി എന്തൊക്കെ വരാം എന്നുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ആ എംപ്ലോയീസിന് കൊടുത്തിരിക്കണം. ഇതൊക്കെയാണ് ഓഷയിലെ എംപ്ലോയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ്. ഓഷ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ എംപ്ലോയറിൻ്റെ ഭാഗത്ത് വരുന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രൊവൈഡ് മെഡിക്കൽ എക്സാമിനേഷൻസ് ആൻഡ് ട്രെയിനിങ് വെൻ റിക്വയർഡ് ബൈ ഓഷ സ്റ്റാൻഡേർഡ്സ്. ഓഷ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം. പിന്നെ ട്രെയിനിങ് കൊടുക്കണം, ആവശ്യമുണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ എംപ്ലോയീസിന് ഞാൻ നേരത്തെ പറഞ്ഞു ഇഞ്ചുറീസ്, അവരുടെ ഇഞ്ചുറീസും ഇൽനെസ്സും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഷ ഫോം ഉണ്ട്, 300 എന്ന് പറഞ്ഞ ഫോം ഉണ്ട്. ഓഷ 300 എന്ന് പറഞ്ഞ ഫോം ഉണ്ട്. അതിൽ എംപ്ലോയീസിന് എന്ത് ചെയ്യാം, അവർക്ക് സംഭവിച്ചിട്ടുള്ള എന്തൊക്കെയാണോ അപകടങ്ങൾ ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇയർലി എന്ത് ചെയ്യണം, എംപ്ലോയർ ഈ ഇൽനെസ് എല്ലാം സോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സമ്മറി ആർക്ക് കൊടുക്കണം, ഓഷയ്ക്ക് കൊടുക്കണം. ആ സമ്മറി കൊടുക്കുന്നത് ഓഷ ഫോം 300A ഓഷ ഫോം 300A എംപ്ലോയർ, അതായത് ജോലി കൊടുക്കുന്ന ആൾ ഈ സമ്മറി എല്ലാം ചെയ്തിട്ട് കൊടുക്കേണ്ടത്. വർഷത്തിൽ ഫെബ്രുവരി ടു ഏപ്രിൽ വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് അവരത് ചെയ്തിട്ട് കൊടുക്കണം. ഈ ഓസാസ് എല്ലാം നമ്മളെ നാട്ടിൽ ആവശ്യമാണ്, ആ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ് ഒരു കമ്പനി റൺ ചെയ്ത് പോകണേൽ. ദെൻ പ്രൊവൈഡ് ആക്സസ് ടു എംപ്ലോയീസ് മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് എക്സ്പോഷർ റെക്കോർഡ്സ് ടു എംപ്ലോയീസ് ഓർ ദെയർ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. എപ്പോഴും മെയിൻലി അവരുടെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ ഇൽനെസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള റെക്കോർഡ്സിലെല്ലാം അവർക്ക് എംപ്ലോയീസിന്, തൊഴിലാളികൾക്ക് നേരിട്ട് അത് നോക്കാനും എന്തെങ്കിലും ആഡ് ചെയ്യാനും ഇതിനൊക്കെയുള്ള പ്രൊവിഷൻ ഓഷ കൊടുക്കുന്നുണ്ട്. ഇത്തരം കുറേ കാര്യങ്ങൾ, കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഓഷയിലുള്ളത്. ഓഷ ഇഞ്ചുറി ആൻഡ് ഇൽനെസ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ്. അതിൽ ഫസ്റ്റത്താണ് റെക്കോർഡ് കീപ്പിംഗ് റിക്വയർമെൻറ്റ്സ്. റെക്കോർഡ് കീപ്പിംഗ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 തൊഴിലാളികൾക്ക് മുകളിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ, 10 തൊഴിലാളികളുടെ മുകളിൽ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർ ഈ ഓഷയുടെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അതിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ് 300 എന്ന് പറഞ്ഞ ഫോമിൽ അല്ലെങ്കിൽ 300A എന്ന് പറഞ്ഞ ഫോമിൽ അവരെന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യണം. ആർക്കൊക്കെ എന്തൊക്കെ ഹസാർഡ് സംഭവിച്ചു, എന്തൊക്കെ ഇൽനെസ് സംഭവിച്ചു എന്നുള്ളത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യണം. അത് റൂളാണ്. എല്ലാ വർഷവും ഓഡിറ്റ് നടക്കും. ആ ഓഡിറ്റിൽ ഇവർ റെക്കോർഡ് കാണിച്ചു കൊടുക്കണം. അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത വർഷത്തേക്കുള്ള ലൈസൻസ് കിട്ടില്ല. ഓക്കെ, ദെൻ ഹൗ ഡസ് ഓഷ ഡിഫൈൻ ഫസ്റ്റ് എയ്ഡ്? ഓഷ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള കാര്യം ഡിഫൈൻ, ഫസ്റ്റ് എയ്ഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് എയ്ഡിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓഷ എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഹസാർഡ് ഉണ്ടാകുന്ന സമയത്ത്, ഒരു വർക്ക് പ്ലേസിൽ ഒരു ഹസാർഡ് ഉണ്ടാകുന്ന സമയത്ത് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണോ അതാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഒരു ഹസാർഡ് ഉണ്ടാകുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണോ അതാണ് നമ്മൾ, ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താണോ അതിനാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഷയുടെ സ്റ്റാൻഡേർഡ് പ്രകാരം കറക്റ്റായിട്ട് അവർക്ക് ഫസ്റ്റ് എയ്ഡ്, എംപ്ലോയീസിന് കറക്റ്റായിട്ട് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് കൊടുത്തിരിക്കണം. ഫസ്റ്റ് എയ്ഡിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്, ഒരു ഇമ്മീഡിയറ്റ് പെട്ടെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് ഫിനാൻഷ്യൽ ഇയർ 2004 ഉൾപ്പെടുത്തിയിട്ടുള്ള 10 ഓഷ സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റത്താണ് സ്കഫോൾഡിങ്. സ്കഫോൾഡിങ് എന്താണെന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഈ സാധനം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഫോൾ പ്രൊട്ടക്ഷൻ, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അപ്ലിക്കേഷൻ എന്താണ്, ഡെഫിനിഷൻസ് എന്താണ് എന്നുള്ളതെല്ലാം എംപ്ലോയീസിന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. എക്സ്കവേഷൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ലാഡേഴ്സ് ഏതൊക്കെ തരത്തിലുണ്ട്, അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് ഗൈഡൻസ് ഉണ്ടായിരിക്കും ഓഷ സ്റ്റാൻഡേർഡ് പ്രകാരം. ദെൻ ഹെഡ് പ്രൊട്ടക്ഷൻ, എക്സ്കവേഷൻസ് റിക്വയർമെൻറ്റ് ഫോർ പ്രൊട്ടക്റ്റീവ് സിസ്റ്റം, ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ, ഫോൾ പ്രൊട്ടക്ഷൻ, അതിൻ്റെ ട്രെയിനിങ് റിക്വയർമെൻറ്റ്സ് എല്ലാം ഓഷ സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട്. ദെൻ കൺസ്ട്രക്ഷൻ, ജനറൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ്. കൺസ്ട്രക്ഷനിൽ ജനറൽ സേഫ്റ്റിയും ഹെൽത്ത് പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഓഷ സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക്കൽ പാർട്ടിലാണെങ്കിൽ അതിൻ്റെ വയറിംഗ് മെത്തേഡ്സ്, ഡിസൈന്, പ്രൊട്ടക്ഷന്, ഇതിന് മൂന്നിനും വേണ്ടിയിട്ട് ഓഷയിൽ കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. Then here you can see general safety and health provisions. General safety and health provisions. അപ്പോൾ ഈ ജനറൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ആക്റ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ അറിയാം. 1926-21 സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, അത് മാൻഡേറ്ററി ആക്കി. 23 ആണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആൻഡ് മെഡിക്കൽ അറ്റൻഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ 1926-24 പറയുന്നത് ഫയർ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിവെൻഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. 25 ഹൗസ് കീപ്പിംഗ്, പിന്നെ ഇലുമിനേഷൻ, സാനിറ്റേഷൻ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, ഇൻകോർപ്പറേഷൻ ബൈ റെഫറൻസ്, ഡെഫിനിഷൻസ്, ആക്സസ് ടു എംപ്ലോയി എക്സ്പോഷർ ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്, മീൻസ് ഓഫ് എഗ്രസ്, sanitation, occupational noise exposure, non-ionizing radiation, gases, vapors, fumes, dust and mist. Then appendix A 1926-55 appendix A പറയുന്നത് gases, vapors, fumes, dust and mist. Then illumination, ventilation, hazard communication, occupational food protection, head protection, hearing protection, eye and face protection, respiratory protection, safety belts, lifelines and lanyards. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യങ്ങൾ, ഹൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്കഫോൾഡിങ്, ഹൗസ് കീപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാനിറ്റൈസേഷൻ എങ്ങനെ ചെയ്യണം, സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്, ഫസ്റ്റ് എയ്ഡിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയതാണ്. ഈ പറഞ്ഞു പോകാൻ കാരണം തന്നെ ഈ തരത്തിലുള്ള റൂൾസ് നിലവിൽ ഉള്ളത് കൊണ്ടാണ്. ഈ പറഞ്ഞ ഓഷ സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സേഫ്റ്റി കൗൺസിലിൻ്റെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ കാരണം. ഇലക്ട്രിക്കലിൽ നോക്കൂ. ഇലക്ട്രിക്കലിൽ ജനറൽ ഇലക്ട്രിക്കൽ ടോപ്പിക്സ് വേണം, അപ്ലിക്കബിലിറ്റി, ജനറൽ റിക്വയർമെൻറ്റ്സ്, വയറിംഗ് ഡിസൈൻ ആൻഡ് പ്രൊട്ടക്ഷൻ, വയറിംഗ് മെത്തേഡ്സ്, കമ്പോണൻറ്റ്സ് ആൻഡ് എക്യുപ്മെൻറ്റ് ഫോർ ജനറൽ യൂസ്, ജനറൽ റിക്വയർമെൻറ്റ്സ്, ലോക്കൗട്ട് ആൻഡ് ടാഗിങ് ഓഫ് സർക്യൂട്ട്സ്. ഈ ലോക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? ലോക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഒരു ജനറേറ്റർ റൂമിൽ വർക്ക് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളൊരു ട്രാൻസ്ഫോമറിൽ വർക്ക് ചെയ്യാൻ പോകുന്നു. ആ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലൈൻമാൻ എന്താ ചെയ്യുക? ആ ട്രാൻസ്ഫോമറിലേക്കുള്ള പവർ സപ്ലൈ പവർ സ്റ്റേഷനിൽ നിന്ന് കട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കയറുന്നു, ഇലക്ട്രിക് പോസ്റ്റിൽ എന്തെങ്കിലും മെയിൻ്റനൻസിന് കയറുകയാണെന്നുണ്ടെങ്കിൽ ലൈൻമാൻമാർ വന്നിട്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് ഫ്യൂസ് ഊരും, ആ ലൈനിലേക്കുള്ള ഫ്യൂസ് ഊരും. ആ ഫ്യൂസ് ഊരിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവിടെ തന്നെ വെക്കാറില്ല, അവരെ കയ്യിലാണ് വെക്കാറ്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാം?
നമുക്ക് ചില കേസസിൽ ലോക്കൗട്ട് ടാഗ് ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ലോക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന സമയത്ത്, അതായത് വർക്ക് നടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഫ്യൂസൊക്കെ ഊരിയിട്ട് ആ സാധനം ഒരു ലോക്ക് ഉണ്ട്, ആ ലോക്ക് ചെയ്തിട്ടിട്ട് അതിൻ്റെ കീ കൊണ്ടുപോകും. അപ്പോൾ ആ കീ ഇല്ലാതെ ആ ലോക്ക് തുറക്കാനും പറ്റില്ല, അവർക്ക് ആ ഫ്യൂസ് തിരിച്ചിടാനും പറ്റില്ല. അങ്ങനത്തെ സെറ്റിങ്സ് ഉണ്ട്. അത് ഫ്യൂസിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. പല മെഷീനറീസിലും ഈ ലോക്കൗട്ടിനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ലോക്ക് ചെയ്യും. എന്നിട്ട് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി കൺഫർമേഷനൊക്കെ കിട്ടി റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യും, ടാഗ് ഔട്ട് ചെയ്യും, അൺലോക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ലോക്കൗട്ട് ടാഗ് ഔട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എൻവിറോൺമെൻറ്റൽ ഡിറ്റീരിയോറേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്, ഡെഫിനിഷൻ ഓഫ് അപ്ലിക്കബിൾ ടു ദിസ് അപ്പാർട്ട്. ഓക്കെ, ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, കൺസ്ട്രക്ഷനിൽ എന്തൊക്കെ ചെയ്യണം, എല്ലാ വർക്കിലും നമ്മൾ ചെയ്യുന്ന ഡേ ടു ഡേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർ ഒരു സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സേഫ്റ്റി കൗൺസിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഷാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓസാസ് ആയിക്കോട്ടെ, UK ഓസാസ് ആയിക്കോട്ടെ, ഏത് സേഫ്റ്റി കൗൺസിലായാലും NFP നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഒരു റൂളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്, എല്ലാം ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ എന്തായാലും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റൂൾസാണ് നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷേ അത് ഈ UK അല്ലെങ്കിൽ US സ്റ്റാൻഡേർഡ്സ് ആണ് ഏറെക്കുറെ. അപ്പോൾ അതുകൊണ്ടാണ് അത് പഠിക്കുന്നത്. ഈ ഓസാസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അല്ലെങ്കിൽ ഓഷയുടെ സർട്ടിഫിക്കേഷനൊക്കെ നിർബന്ധമാക്കുന്നത് അതുകൊണ്ടാണ് എംപ്ലോയീസിന്. ഓക്കെ.